എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ചവ്വരി പായസത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല ക്രീമിയാണ് ഈ പായസം, ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. കുക്കറിലാണ് ഈ പായസം ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കൊന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ ഈ പായസം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതുണ്ടാക്കാനായിട്ട് 1/2 കപ്പ് ചവ്വരി എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചവ്വരി നന്നായിട്ട് കഴുകി ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ മാറ്റിയെടുക്കണം. അതിനായിട്ട് വെള്ളത്തിൽ 3-4 പ്രാവശ്യം റിൻസ് ചെയ്ത് വെള്ളം നന്നായി അതിലെ സ്റ്റാർച്ചൊക്കെ പോകുന്ന പോലെ കഴുകിയെടുക്കണം. ഞാനിവിടെ 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്താനായിട്ട് വയ്ക്കാം. അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഒരു അരിപ്പയിൽ കൂടെ അരിച്ച് വെള്ളമൊക്കെ മാറ്റിയെടുക്കാം. ഇനി നമുക്കൊരു വലിയ കുക്കർ ചൂടാവാൻ വയ്ക്കാം. ഞാൻ 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് നെയ്യ് നന്നായി ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് സ്ട്രെയിൻ ചെയ്ത ചവ്വരി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. ഞാൻ കാച്ചാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ 1/2 കപ്പ് ചവ്വരി എടുക്കുമ്പോൾ 1 ലിറ്റർ പാല് അളവ് കറക്റ്റാണ്. അത് ഒഴിച്ച് ആദ്യം നമുക്ക് ചവ്വരി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചവ്വരി അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. സ്പൂൺ കൊണ്ട് അതൊക്കെ ഒന്ന് ഇളക്കി മാറ്റി കൊടുക്കണം. പാല് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കാം. ചെറിയ കുക്കർ എടുക്കുകയാണെങ്കിൽ പാല് ഈ സമയത്ത് തിളച്ച് പോവും. അതുകൊണ്ടാണ് ഈ ഒരു വലിപ്പത്തിലുള്ള കുക്കറെങ്കിലും എടുക്കണമെന്ന് പറയുന്നത്. ഇനി ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത്. ആദ്യത്തെ വിസിൽ വന്നു കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് നന്നായിട്ട് പ്രഷർ പോയതിന് ശേഷം തുറന്നാൽ മതി. ഞാനിവിടെ അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ തുറന്നു നോക്കാം. അടപ്പ് തുറന്നു നോക്കുമ്പോൾ പാലടയുടെ കളറായിട്ട് ഈ പായസം ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ചവ്വരിയൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടില്ലേന്ന് നോക്കാം. ചവ്വരി നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്താൽ മതി. ഞാനിവിടെ 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. 1 കപ്പിൻ്റെ 1/3 ഭാഗം. ഈ പഞ്ചസാര ചേർത്ത് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 6-7 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിലായിട്ട് നമുക്ക് പായസം കിട്ടും. ഈ സമയത്ത് നമുക്ക് ഫ്ലേവറിനായിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. 2-3 ഏലക്കായുടെ തരിയെടുത്ത് പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ പായസത്തിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ മധുരം കറക്റ്റായിട്ട് ബാലൻസായി കിട്ടും. നല്ല ക്രീമി ആയിട്ടുള്ള സാഗോ പായസം തയ്യാറായി. ഇനി നമുക്ക് ഈ പായസം സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ഈസിയാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു പായസമാണ്. ഇപ്പോൾ ഉണ്ടാക്കിയ ഉടനെ പായസം ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ഫ്രൈ ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി കാഷ്യൂനട്ട് ഇട്ട് ലൈറ്റ് ഗോൾഡൻ കളറാവാനായിട്ട് തുടങ്ങുമ്പോൾ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. കിസ്മിസും ചേർത്ത് ലൈറ്റ് ഗോൾഡൻ കളറാവാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് മുന്തിരിയും കാഷ്യൂനട്ടും പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് സാഗോ പായസം. ഈ പായസം ഇരിക്കും തോറും തിക്നെസ് കുറച്ച് കൂടും. കൂടുതൽ തിക്നെസ്സായ കുറച്ച് കാച്ചിയ പാല് ചേർത്ത് ഇളക്കിയാൽ മതി. ഇനി നമുക്ക് കഴിക്കാനായിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും തിക്നെസ് കറക്റ്റാണ്. നമ്മൾ വൈകിട്ട് വരെ അതായത് ഒരു 5-6 മണിക്കൂർ വയ്ക്കുമ്പോഴാണ് കുറച്ചും കൂടെ തിക്നെസ് കൂടി വരുന്നത്. അപ്പോൾ മാത്രം കാച്ചിയ പാല് ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെ കുട്ടികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ് ഈ സാഗോ പായസം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ പായസം ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പുഡിങ്ങിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. മറ്റു പായസങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് കുക്കർ സാഗോ പായസം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്